നമസ്കാരം. ഞങ്ങളുടെ അടുത്ത് പല പേഷ്യൻസും വന്ന് പറയാറുണ്ട്, അവരുടെ ഒരു സൈഡിൽ, ഉദാഹരണത്തിന് അവരുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടിന്യൂസ് ആയിട്ട് വേദനയും പുളിപ്പും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്ക് നോക്കിയിട്ട് അവിടെ പല്ലുകൾക്ക് പ്രത്യേകിച്ച് കേടോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യുമ്പോൾ പേഷ്യൻ്റെ ലെഫ്റ്റ് സൈഡ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണാറില്ല, ഒരു ചെറിയ തേയ്മാനം മാത്രം കാണാറുണ്ട്. പക്ഷേ അതേപോലെ പേഷ്യൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നോക്കുമ്പോൾ, അതായത് റൈറ്റ് സൈഡ് നോക്കുമ്പോൾ പേഷ്യൻ്റ് ഒന്നോ രണ്ടോ അണപ്പല്ലുകൾ ഉണ്ടായിരിക്കില്ല. അവരത് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ അങ്ങനെ ആ പല്ലുകൾ എടുത്ത് മാറ്റിയതിന് ശേഷം പല്ല് വെക്കാതെ, ലെഫ്റ്റ് സൈഡ് പല്ലുകളുണ്ടല്ലോ അവിടെ ചവയ്ക്കാമല്ലോ എന്ന് ഉദ്ദേശിച്ച് പല്ല് റൈറ്റ് സൈഡിൽ വെക്കാതിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ഒരു സൈഡ് തന്നെ ചവയ്ക്കുമ്പോൾ ആ ഒരു സൈഡിലെ പല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുകയും അതിൽ നിന്ന് വേദനയും പുളിപ്പും പല്ലിന് ഇളക്കവും മോണരോഗവും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഒരു സൈഡിലെ പല്ല് അല്ലെങ്കിൽ ഒരു പല്ല് എടുത്തു കളഞ്ഞാൽ അവിടെ പല്ല് വെക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സൈഡിലെ ഒരു അണപ്പല്ല് എടുത്തു മാറ്റുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഉദാഹരണം നിങ്ങൾ പടത്തിൽ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു അണപ്പല്ല് എടുത്തു മാറ്റിയ സ്ഥലത്തേക്ക് ആ ഭാഗത്ത് എന്തൊക്കെ മൂവ്മെന്റ്സ് ആണ് സംഭവിക്കുന്നത്. ഒരു അണപ്പല്ല് മിസ്സായ സ്ഥലത്തേക്ക് ആ പല്ലിന്റെ തൊട്ട് ഫ്രണ്ടിലും തൊട്ട് പുറകിലുള്ള പല്ലുകൾ ചെരിയാൻ തുടങ്ങും. ആ ചെരിയുന്നതോടുകൂടി അതിൻ്റെ അപ്പുറത്തുള്ള സ്പേസ് ഓപ്പൺ അപ്പ് ആവും. അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്ന ഫുഡ് കയറാനും അവിടെ കേടുവരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ആ അണപ്പല്ല് പോയതിൻ്റെ നേരെ മേളിലുള്ള ഒരു പല്ല് താഴെ പല്ലില്ലാത്തത് കൊണ്ട് താഴേക്ക് പതുക്കെ അനങ്ങി നീങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ താഴേക്ക് ആ പല്ല് അനങ്ങുന്നതോടുകൂടി മേളത്തെ ആ പല്ലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള സ്പേസ് ഓപ്പൺ ആകുകയും അവിടെ മോണരോഗം സംഭവിക്കുകയും കേട് ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു പല്ല് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ആ എടുത്ത് മാറ്റിയ സ്ഥലത്തെ മോണ ഒന്ന് ഉരുണ്ടു വരാൻ ഏകദേശം 2, 3 അല്ലെങ്കിൽ 4 ആഴ്ച വരെ സമയമെടുക്കും. അപ്പോൾ ഏകദേശം 1 മാസം കഴിയുമ്പോൾ അവിടെ നമുക്ക് പല്ല് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് പല്ല് വെക്കാൻ സാധിക്കും? അതായത് ഒന്നുകിൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ ഊരി വെക്കുന്ന രീതിയിൽ പല്ല് നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പോൾ ഊരി വെക്കുന്ന രീതിയിൽ പല്ല് വെക്കുക എന്ന് ഉദ്ദേശിച്ചാൽ പേഷ്യൻറ്റിന് സ്വയം ആ പല്ല് വായിൽ നിന്ന് എടുത്ത് മാറ്റാനും തിരിച്ചു വെക്കാനും സാധിക്കുന്ന പല്ലുകളായിരിക്കും. ഫിക്സഡ് ആയിട്ടുള്ള പല്ലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്പുറത്തെയോ ഇപ്പുറത്തെയോ അല്ലെങ്കിൽ മോണയിലോ ഉറപ്പിച്ച് വെക്കുന്ന പല്ലുകളായിരിക്കും. അത് പേഷ്യൻറ്റിന് എടുത്തു മാറ്റാൻ പറ്റുന്നതല്ല, അതല്ലെങ്കിൽ എടുത്തു മാറ്റേണ്ട ആവശ്യം വരുന്നില്ല, ഉറച്ച പല്ലുകളായിരിക്കും അത്. ആദ്യമായി നമുക്ക് ഫിക്സഡ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് പല്ല് വെക്കുന്നതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഏറ്റവും കോമൺ ആയിട്ട് ചെയ്തു വരുന്ന രീതിയാണ് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഫിക്സഡ് ആയിട്ട് പല്ല് വെക്കുന്ന രീതി. അതായത് പാലം പണിയ എന്ന് പച്ച മലയാളത്തിൽ പറയാം. ഒരു പല്ലില്ലാത്ത സ്ഥലത്തിന്റെ തൊട്ട് പുറകിലത്തെയോ തൊട്ട് മുൻവശത്തെയോ പല്ലിലേക്ക് നമ്മൾ ക്യാപ്പാണ് ഇടുന്നത്. അതായത് തൊട്ട് പുറകിലത്തെയും മുൻവശത്തെയും പല്ല് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് ചെറുതാക്കും. അത് ആരോഗ്യമുള്ള പല്ലുകളായിരിക്കണം നിർബന്ധമുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പല്ല് വെക്കേണ്ട ആ സ്ഥലത്തെ പല്ലിന് തൊട്ട് മുൻവശത്തെ ഒരു പല്ലിന് കേടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസ് ആകുമ്പോൾ നമുക്കത് ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്തിട്ടേ അതിൽ ക്യാപ്പ് ഇടാൻ പറ്റുള്ളൂ. കേടോ പ്രശ്നമോ ഇല്ലാത്ത അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു പല്ലാണെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാതെ തന്നെ നമുക്ക് ഈ ക്യാപ്പ് ഇട്ട് ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ തൊട്ട് ഫ്രണ്ടിലത്തെയും പുറകിലത്തെയും പല്ലുകളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ അളവെടുത്ത് നമ്മൾ ലാബിലേക്ക് കൊടുക്കും. ഈ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ചില കേസുകളിൽ നമ്മൾ മരവിപ്പിക്കാറുണ്ട്, ചില കേസിൽ മരവിപ്പിക്കാതെയും ചെയ്യാറുണ്ട്. അത് ഓരോ കേസ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ മരവിപ്പിച്ച് ഷേപ്പ് ചെയ്ത് നമ്മൾ അളവെടുത്ത് ലാബിലേക്ക് കൊടുക്കും. അപ്പോൾ ലാബിൽ നിന്ന് അവർ ആ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനം അളവിൽ ഉണ്ടാക്കി തരും. അപ്പോൾ ആ പേഷ്യൻറ്റിൽ വന്നിട്ട് അത് തിരിച്ച് ഫിക്സ് ചെയ്ത് നമ്മുടെ ഡെന്റൽ സിമെന്റ് വെച്ച് ഫിക്സ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ രീതി എന്ന് ഉദ്ദേശിക്കുന്നത് ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്നാണ്. ഡെന്റൽ ഇംപ്ലാന്റ്സ് ഉദ്ദേശിക്കുന്നത് ചെറിയ ടൈറ്റാനിയം സ്ക്രൂ ആണ് ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല്ലില്ലാത്ത മോണയിലേക്ക് പല്ലെടുക്കാൻ ഉപയോഗിക്കുന്ന അതേ മരവിപ്പിക്കൽ നമ്മൾ ചെയ്യും. ആ മരവിപ്പിൽ നമ്മൾ ആ മോണയിലേക്ക് അല്ലെങ്കിൽ ആ എല്ലിലേക്ക് ഈ ടൈറ്റാനിയം സ്ക്രൂ ഇറക്കി വെക്കും. അതിനുശേഷം ആ മോണ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കും. ചില ഇംപ്ലാന്റ്സിന് 1.5 മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ചില ഇംപ്ലാന്റ്സിന് 2 മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓരോ പേഷ്യൻറ്റിൻ്റെ എല്ലിൻ്റെ കട്ടിയും അല്ലെങ്കിൽ ഏത് പല്ലാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അനുസരിച്ച് ഓരോ രീതിയിലായിരിക്കും നമ്മൾ ആ ഇംപ്ലാന്റിന് സമയം കൊടുക്കുന്നത്. അപ്പോൾ ചില പേഷ്യൻസിന് 1.5 മാസം വരെ സമയം കൊടുത്തതിന് ശേഷം ആ എല്ലും ഇംപ്ലാന്റും ഉറച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഇംപ്ലാന്റിന്റെ തലഭാഗത്ത് ചെറിയൊരു തൂണ് പോലെ പിടിപ്പിച്ചിട്ട് അതിൻ്റെ അളവെടുത്ത് നമ്മൾ ലാബിൽ കൊടുക്കും. ആ അളവിൽ ലാബുകാർ നമുക്കൊരു ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ ഉണ്ടാക്കി തരും. അത് നമ്മൾ ഈ ഇംപ്ലാന്റിന്റെ പുറത്തേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഈ ഇംപ്ലാന്റിന്റെ പുറത്ത് ക്യാപ്പ് പിടിപ്പിക്കുന്നതും പല രീതിയുണ്ട്. ചില ടൈപ്പ് സ്ക്രൂ ചെയ്ത് ചെയ്യുന്നതുണ്ട്, ചിലത് ഡെന്റൽ സിമെന്റ് വെച്ച് ഫിക്സ് ചെയ്ത് വെക്കുന്നതുണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇംപ്ലാന്റിന്റെ പുറത്ത് ക്യാപ്പ് പിടിപ്പിച്ച് വെക്കാം. ഇപ്പൊ നമ്മൾ ഫിക്സഡ് ആയിട്ട് പല്ല് വെക്കുന്ന 2 ഓപ്ഷൻ പറഞ്ഞു, ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ രീതിയും പിന്നെ ഡെന്റൽ ഇംപ്ലാന്റ്സ്. ഇതിന്റെ രണ്ടിന്റെയും തമ്മിൽ ചെറിയൊരു കമ്പാരിസൺ പറയാം. ഇപ്പം ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പുറത്തെയോ ഇപ്പുറത്തെയോ പല്ലുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇംപ്ലാന്റ്, ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ രീതി അപ്പുറത്തും ഇപ്പുറത്തും പല്ലിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിലും തന്നെ നേരെ പല്ലില്ലാത്ത ഭാഗത്തേക്ക് മാത്രമായിട്ട് നമുക്ക് ഉറപ്പിച്ചു വെക്കാൻ സാധിക്കും. അതായത് ഇംപ്ലാന്റ്സിന് തൊട്ടടുത്തുള്ള പല്ലുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ പല്ലുകൾ ഇല്ലെങ്കിലും ഒരു പല്ലായിട്ട് മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഒരു മോണയുടെ ഭാഗത്ത് ഒരു പല്ല് മാത്രമായിട്ട് നമുക്ക് അവിടെ വെക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഊരി വെക്കുന്ന ആർട്ടിഫിഷ്യൽ പല്ലുകളെ പറ്റി പറയാം. ഊരി വെക്കുന്ന പല്ലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ പ്ലേറ്റും പല്ലും വരുന്നതാണ്. നമ്മൾ വായിലെ പല്ലിനോട് ഫിക്സ് ചെയ്ത് വെക്കുന്ന രീതി അല്ലാതെ അത് പേഷ്യന്റിന് സ്വയം വായിൽ നിന്ന് ഊരുകയും തിരിച്ചു വെക്കുകയും ചെയ്യാൻ പറ്റുന്ന പല്ലുകളാണ്. സാധാരണഗതിയിൽ എങ്ങനെയുള്ള പല്ലുകൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് വായിൽ നിന്ന് ഊരി വെക്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട്, രാത്രി ഉറക്കത്തിൽ ഇത് വിഴുങ്ങിപ്പോകുന്ന പേടി കൊണ്ടാണോ ഡോക്ടറെ ഊരി വെക്കാൻ പറയുന്നത് ചോദിക്കാറുണ്ട്. അതുകൊണ്ടല്ല. ഈ ഊരി വെക്കുന്ന പല്ലുകൾ കൂടുതലും മോണയിൽ അമങ്ങി നിൽക്കുന്ന പല്ലുകളായിരിക്കും. അപ്പോൾ മോണയിൽ അമങ്ങി നിൽക്കുമ്പോൾ രക്തയോട്ടം അത്രയും സമയം ആ മോണയ്ക്ക് ഫുള്ളായിട്ട് കിട്ടില്ല. അപ്പോൾ രാത്രിയിൽ ഊരി വെക്കുന്ന സമയത്ത് മോണയ്ക്ക് കുറച്ചുകൂടി രക്തയോട്ടം കിട്ടുകയും അത് മോണയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ രാത്രിയിൽ ഊരി വെക്കാൻ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഊരി വെക്കുന്ന പല്ലുകൾ പല ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പം ഒരു ഒറ്റ പല്ലായിട്ട് തന്നെ നമുക്ക് ഊരി വെക്കുന്ന രീതിയിൽ പല്ല് വെക്കാം. 2 പല്ല് വേണമെങ്കിൽ വെക്കാം. 3, 4, 5, 6 പല്ലുകൾ വേണമെങ്കിൽ വെക്കാം. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫുൾ സെറ്റ് പല്ലില്ലാതെ, ഒറ്റ പല്ല് പോലും ഇല്ലാത്ത പ്രായമുള്ള ആൾക്കാർ ഫുൾ സെറ്റ് മേളിലും താഴെയും ഉപയോഗിക്കാറുണ്ട്. അതും ഊരി വെക്കുന്ന പല്ലിൽ തന്നെ പെടുന്നതാണ്. പിന്നെ ഊരി വെക്കുന്ന പല്ലുകൾ വേറെ ടൈപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പിയും പ്ലേറ്റും ഉള്ള ടൈപ്പാണ് കോമൺ ആയിട്ട് വരുന്നത്. അതിൽ തന്നെ കമ്പി ഉപയോഗിക്കാതെ പ്ലേറ്റ് മാത്രം വരുന്ന പല്ലുകളും ഉണ്ട്. അതിൽ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലേറ്റ് വരുന്ന പല്ലുകളും ഉണ്ട്. ഇനി ഇതൊന്നും കൂടാതെ തന്നെ മെറ്റലിന്റെ പ്ലേറ്റ് വരുന്ന പല്ലുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഊരി വെക്കുന്ന ടൈപ്പ് പല്ലുകളുണ്ട്. ഇനി ഇതൊന്നും കൂടാണ്ട് വേറൊരു ടൈപ്പ് ഉള്ളത് ഒരു ഫിക്സഡ് റിമൂവബിൾ എന്ന് ഞങ്ങൾ പറയും. അതായത് അതിന്റെ ഒരു ഭാഗം പല്ലിൽ, നമ്മുടെ വായിലുള്ള നല്ല പല്ലിലേക്ക് ഉറപ്പിച്ചു വെക്കുകയും മറ്റൊരു ഭാഗം നമുക്ക് വെക്കുകയെടുക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അത് സാധാരണ ഊരി വെക്കുന്ന പല്ലുകളെ പോലെ അനങ്ങുന്ന ഒരു കേസ് ഉണ്ടാവില്ല. കുറച്ചുകൂടെ ഉറച്ചു നിൽക്കും നമ്മുടെ വായിൽ. ഇപ്പൊ നമ്മൾ ഊരി വെക്കുന്ന രീതിയും ഫിക്സഡ് ആയിട്ടുള്ള രീതിയിലുള്ള പല്ല് വെക്കുന്നതിനെ പറ്റി സംസാരിച്ചു. അതിൽ ഊരി വെക്കുന്നത് പേഷ്യൻസിന് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് ഇത്രയും നാളത്തെ ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. ഫിക്സഡ് എന്നുള്ളത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് പേഷ്യന്റിന്. ഊരി വെക്കുന്നത് രാത്രി ഊരി വെക്കണം. യങ് ഏജിലുള്ള പേഷ്യൻസിനൊക്കെ ഊരി വെക്കുന്ന രീതിയിലുള്ള പല്ല് വെക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ അത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഫിക്സഡ് ആണെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ വായിൽ അവിടെ തന്നെ ഉറച്ചിരുന്നോളും. ഊരേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. പിന്നെ നമ്മൾ പല്ല് വെക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഞാൻ സംസാരിച്ചു. പലരും വിചാരിക്കുന്നത് ഒരു സൈഡിൽ ഒരു അണപ്പല്ലല്ലേ എനിക്ക് പോയിട്ടുള്ളൂ, ഇപ്പുറത്തെ സൈഡിൽ എല്ലാ പല്ലുകളും ഉണ്ട്, 32 പല്ല്, എനിക്ക് 31 പല്ലും ഉണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ ഒരു പല്ലായിട്ട് വെക്കുന്നത്? പക്ഷേ 1, 2, 3 വർഷം കഴിയുമ്പോൾ അതേ പേഷ്യൻസ് തന്നെ വന്ന് പറയാറുണ്ട്, എനിക്ക് ഒരു പല്ല് നഷ്ടപ്പെട്ടതിൽ പിന്നെ ഇപ്പുറത്തെ സൈഡ് തന്നെ ചവച്ചിട്ട് ഇപ്പുറത്തെ ഒരു പല്ല് പ്രശ്നമായി. അതുകൊണ്ട് ഏത് ഏജ് ആയാലും, യങ് ഏജ് ആയാലും ഓൾഡ് ഏജ് ആയാലും, ഒരു പല്ലാണ് നഷ്ടപ്പെട്ടതെങ്കിൽ പോലും അത് ഒരു മാസം ആ മോണ ഒന്ന് ഉരുണ്ട് വരുന്നത് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അവിടെ പല്ല് വെക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഡ്വൈസ്.